RSS പ്രവർത്തക ശശികല ഒരിക്കൽ അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞ്, കേരളത്തിലെ പള്ളികൾ പൊളിക്കാൻ ഞങ്ങൾ മുതിരേണ്ടതില്ല, സുന്നികൾ തന്നെ പരസ്പരം പോരടിച്ച് പൊളിച്ചു കളഞ്ഞോളും എന്നെന്തായി ശശികല പറയുകയുണ്ടായി. ഇതിനെ സത്യമാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് മുമ്പത്തെ വീഡിയോയിൽ കണ്ടത്. കേരളത്തിലെ പുളിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ്. AP വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിക്കുകയും EK പള്ളിയിൽ മറവ് ചെയ്യാൻ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ EK വിഭാഗം ആളുകൾ അതിന് സമ്മതിക്കാതിരിക്കുകയും മയ്യത്ത് കൊണ്ടുവന്ന സമയത്ത് അവർ ലൈറ്റ് ഓഫ് ആക്കുകയും മയ്യത്തിനെ മറവ് ചെയ്യുന്നതിനെ തടയുകയും ചെയ്തു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് AP EK എന്നതിലുപരി മരിച്ചത് ഒരു മുസ്ലിമാണ്. ഒരു മുസ്ലിം മരിച്ചാൽ ആ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് 4 കാര്യങ്ങൾ ആ മനുഷ്യന്റെ മേൽ ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്. അവനെ കുളിപ്പിക്കുക, അവനെ കഫൻ ചെയ്യുക, അവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുക, അവനെ മറവ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനാ നിയമപ്രകാരം ആർട്ടിക്കിൾ 21 ഈ നിയമപ്രകാരം ഒരു മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ അതുപോലെ തന്നെ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശവുമുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ അവിടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് തെറ്റിച്ചു കളഞ്ഞത്. എടോ സമുദായ നേതാക്കന്മാരെ, മുസ്ലിം സമൂഹത്തിന്റെ തന്നെ നിലനിൽപ്പിനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിനു വേണ്ടി ശബ്ദമുയർത്താതെ പ്രവർത്തിക്കാതെ സുന്നി മുജാഹിദ് എന്ന് പറഞ്ഞുകൊണ്ട് അടികൂടി സമൂഹത്തിന്റെ വില കളഞ്ഞ് ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. 2021 ആസാമിൽ ബിജോയ് ശങ്കർ എന്ന് പറയുന്ന നരഭോജി ഒരു മരിച്ച വ്യക്തിയുടെ മേൽ കയറി നിന്ന് ഡാൻസ് കളിച്ചത് നമ്മളൊക്കെ കണ്ടതാ. ഇതിന്റെ പേരിൽ ഒരുപാട് പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ നരഭോജിയും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ ആ മയ്യത്തിനെ അനാദരവ് കാണിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ അവിടെ ചെയ്തത്. സംഘടനാ പ്രവർത്തനം നല്ലതാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷെ ആ സംഘടനയിലുള്ള നേതാക്കന്മാർ പറയുന്നത് മുഴുവനും വിശ്വസിച്ച് തൻ്റെ വ്യക്തിത്വവും അതുപോലെ തന്നെ തലച്ചോറും ആ സംഘടനയ്ക്ക് കീഴിൽ പണയം വെക്കാതിരിക്കുക. മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവൻ്റെ അവകാശങ്ങളിൽ കൈകടത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെയെങ്കിൽ ഇരുലോകത്തും പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്.